ഓം ശാന്തി. ഞാൻ എൻ്റെ ദിവ്യ നേത്രത്തിലൂടെ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഒരു ചൈതന്യ ജ്യോതിബിന്ദു ആത്മാവാണ്. ഞാൻ ശാന്തമാണ്. എൻ്റെ യഥാർത്ഥ സ്വഭാവം ശാന്തിയാണ്. യഥാർത്ഥ ശക്തി മൗനമാണ്. ബാബ എന്നെ മനോഹരമായ സത്യം ഓർമ്മിപ്പിക്കുന്നു. മൗനം ഒരു മഹത്തായ ഗുണമാണ്. അതിലൂടെ ഞാൻ വലിയ ആത്മീയ സമ്പാദ്യം നേടുന്നു. പലപ്പോഴും ഞാൻ വാക്കുകളാൽ വിവാദത്തിൽ ജയിക്കുന്നു. എൻ്റെ അഭിപ്രായം തെളിയിക്കാൻ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. എന്നാൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ മൗനം ഏറ്റവും ശക്തമായ മറുപടിയാണ്. മൗനം എൻ്റെ മനസ്സിനെ സംരക്ഷിക്കുന്നു, എന്നിൽ ഊർജം ശേഖരിക്കുന്നു, പുണ്യസമ്പാദ്യം വർദ്ധിപ്പിക്കുന്നു. ഞാൻ എന്നെ തന്നെ നോക്കുന്നു. എൻ്റെ മനസ്സ് ശാന്തമായ ഒരു തടാകം പോലെയാണ്. മുകൾ പരപ്പിൽ ശാന്തതയും നിശ്ചലതയും മാത്രം. നിശ്ചലതയിൽ ഞാൻ മനസ്സിലാക്കുന്നു, ഞാനൊരു പ്രകാശബിന്ദു ആത്മാവാണ്. മസ്തക മധ്യത്തിൽ ഒരു പ്രകാശപുഞ്ചമായിരിക്കുന്നു. ഈ പ്രകാശത്തിൽ ശാന്തി നിറഞ്ഞിരിക്കുന്നു. മൗനത്തിന്റെ ശക്തി നിറഞ്ഞിരിക്കുന്നു. എൻ്റെ പരംപിത ശിവബാബയും ഒരു പ്രകാശബിന്ദുവാണ്. അപാരമായ ശാന്തിയുടെ സാഗരമാണ്. ശാന്തിയുടെ സാഗരത്തിൽ നിന്നും ശാന്തിയുടെ അലകൾ എന്നിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ശാന്തിയിൽ, സമ്പൂർണ്ണ മൗനത്തിൽ ഞാൻ പരംപിതാവിനോട് അടുത്തു വരുന്നു. ചിന്തകൾ കുറഞ്ഞ് ശാന്തി മാത്രം അനുഭവം ചെയ്യുന്നു. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഏത് പരിതസ്ഥിതിയിലും ആദ്യ പ്രതികരണം മൗനമായിരിക്കും. മൗനം എന്നത് ദുർബലതയല്ല, ആത്മശക്തിയുടെ അടയാളമാണ്. ഞാൻ തർക്കിക്കാതെ ശാന്തമായി നിൽക്കുമ്പോൾ എൻ്റെ പുണ്യസമ്പാദ്യം വർദ്ധിക്കുന്നു. കോപിക്കാതെ മൗനം പാലിക്കുമ്പോൾ എൻ്റെ ആത്മീയ ബാങ്ക് അക്കൗണ്ടിൽ പുണ്യം നിക്ഷേപിക്കപ്പെടുന്നു. ഇതാണ് എൻ്റെ ആത്മീയ സമ്പാദ്യം. മൗനം വലിയ ഗുണമാണ്. ഇതെന്നെ ശക്തനാക്കുന്നു, പരമാത്മാവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഞാൻ ശാന്തിയുടെ ബിന്ദുവാകുന്നു. പരമാത്മാവിൽ നിന്നും ശാന്തിയുടെ സാഗരം എന്നിലേക്കൊഴുകുന്നു. എൻ്റെ മനസ്സ് ശാന്തിയാൽ നിറയുന്നു. ഹൃദയം സന്തോഷത്തിൽ നിറയുന്നു. ഞാൻ പതുക്കെ പതുക്കെ ശരീരബോധത്തിലേക്ക് മടങ്ങുന്നു. ശാന്തിയും
മൗനവും എന്നിലുണ്ടാകുന്നു. എൻ്റെ ജീവിതത്തിൽ മൗനം എൻ്റെ ആത്മീയ ധനമാണ്, സമ്പാദ്യമാണ്, ശക്തിയാണ്. ഞാൻ മൗനത്തിലിരുന്ന് ബാബയെ ഓർമ്മിച്ച് വളരെയധികം സമ്പാദ്യം ശേഖരിക്കുന്നു. ഡ്രാമയിലുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറയുന്നത് കർമ്മസന്യാസമാണ്. പുതിയ രാജധാനിയിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ ഞാൻ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുന്നു. മന്മനാഭവ, ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നു. ആത്മീയ അച്ഛനെ ഓർമ്മിക്കുന്നത് എൻ്റെ കടമയാണ്. എന്നാൽ മാത്രമേ വികർമ്മങ്ങൾ ഭസ്മമാകൂ. ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരെ ബാബ ജ്ഞാനത്തിലൂടെ ഉയർത്തുന്നു. ശിവബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, വികർമ്മം വിനാശമാക്കൂ. ഇതാണ് യോഗാഗ്നി. ഒരേ ഒരു പരമാത്മാവിന്റെ ശ്രീമതത്തിലൂടെ സദ്ഗതി ഉണ്ടാകുന്നു. നമ്മൾ തന്നെയാണ് ബ്രാഹ്മണർ. ബ്രാഹ്മണർ തന്നെയാണ് ദേവതയായി മാറുന്നത്. ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ രാജധാനിയും തയ്യാറാകും. കൽപ്പം മുമ്പ് ഏതു പദവിയാണോ പ്രാപ്തമാക്കിയത് അതനുസരിച്ചായിരിക്കും പുരുഷാർത്ഥവും. പുരുഷാർത്ഥം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതിനെ ഡ്രാമ എന്ന് പറയുന്നു. എപ്പോഴും പുരുഷാർത്ഥത്തെ മുന്നിൽ വെക്കുന്നു. പ്രാപ്തി ലഭിച്ചോളും എന്ന് പറഞ്ഞിരിക്കരുത്. പുരുഷാർത്ഥമില്ലാതെ പ്രാപ്തിയുണ്ടാകില്ല. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞുകൊണ്ടും ശിവബാബയുടെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ബാബയുടെ ശ്രീമതമനുസരിച്ച് നടക്കുന്നു. എല്ലാറ്റിൻ്റെയും ആധാരം ഓർമ്മയാണ്. ഞാൻ യോഗ ബലത്തിലൂടെ ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നു. ഒരു ദേഹധാരിയുടെയും നാമരൂപത്തിൽ കുടുങ്ങുന്നില്ല. ഒരേ ഒരു ബാബയുടെ ശ്രീമതമനുസരിച്ച് സദ്ഗതി പ്രാപിക്കുന്നു. മിണ്ടാതിരിക്കണം. ഭാവിയിലെ 21 ജന്മങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. പഠിക്കുന്നതിലൂടെയും പഠിപ്പിക്കുന്നതിലൂടെയും പേര് പ്രശസ്തമാകും. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. മന്മതവും പരമതവും സമാപ്തമാക്കി ശ്രീമതമനുസരിച്ച് കോടികളുടെ സമ്പാദ്യം ശേഖരിക്കുന്ന കോടി മടങ്ങ് ഭാഗ്യശാലികളാകുന്നു. ഒരു ചുവടിൽ പോലും ശ്രീമതമില്ലാതാകരുത്. അപ്പോൾ കോടികളുടെ വരദാനം സമ്പാദിച്ച് കോടി ഭാഗ്യശാലികളാകും. മനസ്സിൽ സർവരുടെയും മംഗളത്തിന്റെ ഭാവന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് വിശ്വമംഗളകാരി ആത്മാക്കളുടെ കർത്തവ്യം. പരിതസ്ഥിതിയിൽ സ്വസ്ഥിതിയുടെ ശക്തിയിലൂടെ സദാ വിജയിയാണെന്ന അനുഭവം ചെയ്യുന്നു. തോറ്റുപോയി എന്നാരെങ്കിലും പറഞ്ഞാലും അതൊരു തോൽവിയല്ല, വിജയമാണ്. ഇത് ശ്രേഷ്ഠസ്ഥിതിയെ അലങ്കോലപ്പെടുത്തുകയാണെങ്കിൽ ബന്ധനമുക്ത സ്ഥിതിയല്ല. ഈ ബന്ധനത്തിൽ പോലും മുക്തരാകണം.
ഓം ശാന്തി.